പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യകൂടെ ദൈവവചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപ്പാട്, ദാനിയേൽ പുസ്തകങ്ങളെ ആധാരമാക്കി ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. അത് അനേകർക്ക് പ്രയോജനമായി തീർന്നുവെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവവചനം പഠിക്കുക, വായിച്ച് കേൾപ്പിക്കുക, വായിക്കുക, സ്തോത്രം അതനുസരിക്കുക. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് ദൈവവചനത്തിൽ കാണുന്നു. പഠിക്കാനും നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ദാനിയേൽ പ്രവചനത്തിൻ്റെ ആമുഖമാണ് നാം ചിന്തിച്ചത്. ഈ ആഴ്ച ആമുഖത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തോടെ പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആമുഖം പറയുവാൻ പോകുകയാണ്. ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്, ക്ലാസ്സുകൾ നെറ്റിൽ ലഭ്യമായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യവും പറയുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ കാണുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടി പ്രത്യേകം പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സ്തോത്രം ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങളുടെ പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ ക്ലാസ്സായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. അടുത്ത ആഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് പറയുന്നത്, ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരൻ അബ്രഹാമിൻ്റെ കാലം മുതൽ AD 70 വരെയുള്ള യഹൂദ ജാതിയുടെ ചരിത്രം നമുക്ക് തരുന്നത് ജോസിഫസാണ്. ജോസിഫസ് എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹം ഒരു ചരിത്രകാരനാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ജോസിഫസ് ചരിത്രകാരനേക്കാൾ ഉപരിയായി അദ്ദേഹം ഒരു വേറൊരു വ്യക്തിത്വമായിരുന്നു എന്ന് വേണം ഇവിടെ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ, പലസ്തീൻ നാടെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ രാജ്യം 3 പ്രവിശ്യ ഉൾപ്പെടുന്നതാണ്. അർത്ഥാൽ വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നുമാണ് ബൈബിളിൽ നമ്മളിത് കാണുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വടക്കേ രാജ്യം, തെക്കേ രാജ്യം. വടക്കേ രാജ്യം എന്ന് പറയുന്നത് ഗലീല ഉൾപ്പെട്ട ദേശമാണ്, അഥവാ ഗലീല ദേശം എന്ന് വേണം പറയാൻ. തെക്കേ രാജ്യം എന്ന് പറയുന്നത് തലസ്ഥാനമായ യെരുശലേമൊക്കെ ഉൾപ്പെടുന്ന, ബേത്ലഹേമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം, അഥവാ യഹൂദ നാട്. പിന്നെ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഞാൻ പറഞ്ഞു 3 പ്രവിശ്യയാണ്. ഇതിന് നടുക്ക് വേറൊരു രാജ്യം കൂടെ ഉണ്ട്. അതിനാണ് ശമരിയ എന്ന് പറഞ്ഞിരുന്നത്. ശമരിയ പട്ടണം. അങ്ങനെ 3 പ്രവിശ്യ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ഇത്. അതിൽ വടക്കേ രാജ്യമായ ഗലീലയുടെ ആ കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു ജോസിഫസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഗവർണറായിരുന്നു ജോസിഫസ്. റോമൻ കൈസർമാരുടെ കാലത്തെ വെസ്പേഷ്യൻ തുടങ്ങി ഇങ്ങോട്ടുള്ള 10 രാജാക്കന്മാരുടെ കാലത്ത് നടന്ന സഭയുടെ പീഡന കാലഘട്ടം. എന്നാൽ വെസ്പേഷ്യനും ടൈറ്റസും ഒന്നും ക്രിസ്തീയ സഭയെ പീഡിപ്പിക്കാനല്ല വന്നത്. അത് യഹൂദന്മാരോടാണ് പ്രയാസം ഉണ്ടാക്കിയത്. കാരണം അവർ ജനം റോമൻ സാമ്രാജ്യത്തോട് കലഹിക്കുകയും ഗറില്ല മുറകളിലൂടെ അവരെ ഭ്രമിപ്പിക്കുകയും രാജ്യ ഭരണത്തോടും കൈസറിനോടും ഒക്കെ എതിർത്ത് നിൽക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഒതുക്കാൻ വേണ്ടിയാണ് വെസ്പേഷ്യൻ ഒന്നാമത് വരുന്നത്. വെസ്പേഷ്യൻ്റെ ഭരണകാലത്ത് മകനായ ടൈറ്റസ്, വെസ്പേഷ്യൻ ചക്രവർത്തി ആയപ്പോൾ ടൈറ്റസ് വന്നതായിട്ട് പറയുന്നു. നീറോ ചക്രവർത്തി ആയിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്ത് വെസ്പേഷ്യൻ വരുന്നു. അതിനുശേഷം വെസ്പേഷ്യൻ ചക്രവർത്തി ആയപ്പോൾ മകനായി ടൈറ്റസ് സേനാധിപതിയായി ഭരിക്കാൻ ഇവിടെ യഹൂദനെ ഇവിടെ യുദ്ധം ചെയ്യുവാനായി വരുന്നു. ഒരു ടൈറ്റസിൻ്റെ കാലത്ത് ഗലീലയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് ജോസിഫസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ജോസിഫസ് ഒരു ചരിത്രകാരനാണ്. അദ്ദേഹമാണ് അബ്രഹാം മുതൽ ഉള്ള യഹൂദ ജനതയുടെ ചരിത്രം നമുക്ക് തരുന്നത്. ഇദ്ദേഹം പറയുന്നു, ദാനിയേൽ പ്രവചനം യഹൂദ കാനോനിൽ ഉൾപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
മഹാനായ അലക്സാണ്ടർ BC 332 യെരുസലേം ആക്രമിക്കാൻ വന്നപ്പോൾ മഹാപുരോഹിതനായ യദുവ ചക്രവർത്തിയെ സമീപിച്ച് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം കാണിച്ച് ഗ്രീക്ക് സാമ്രാജ്യം മേദിയ പേർഷ്യ സാമ്രാജ്യത്തെ കീഴടക്കുമെന്ന് പറഞ്ഞതായും ഇത് നിമിത്തം അലക്സാണ്ടർ യെരുസലേം ആക്രമിക്കാതെ മടങ്ങിപ്പോയെന്നും യോസിഫസ് ആൻറ്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ദാനിയേൽ പ്രധാനമന്ത്രിയാകയാൽ പല ഭാഷയിൽ നൈപുണ്യം നേടിയിരുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാം. യിരെമ്യാ മുതൽ പ്രവചിക്കപ്പെട്ട ജനതയുടെ പ്രവാസത്തെക്കുറിച്ചുള്ള ദൂത് നിവർത്തിക്കപ്പെട്ടത് ദാനിയേലിൻ്റെ ഒക്കെ കാലത്താണ്. ദാനിയേൽ ആ സമയത്ത് പ്രവാസത്തിലേക്ക് പോയ ചെറിയൊരു ബാലന ബാബേലിൽ പാർത്തുകൊണ്ട് ദൈവത്തോട് കൂടെ വസിച്ച് ദൈവിക പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ കേട്ട് അതെഴുതി വെച്ച് ജനത്തിന് കൊടുത്ത ശക്തനായ ഒരു ഭക്തനായിരുന്നു ദാനിയേൽ. മാത്രമല്ല യേശുകർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ പുസ്തകം ദാനിയേൽ തന്നെയാണ് എഴുതിയെന്ന് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ദാനിയേലിൻ്റെ പുസ്തകം എന്ന് എഴുതിയിട്ട് നമ്മുടെ ഇതിൻ്റെ ആമുഖത്തിൽ കാണുന്നതുകൊണ്ടും ചരിത്രകാരന്മാർ കാനോനികമാണെന്ന് പറയുന്നതുകൊണ്ടും ജോസിഫസ് വളരെ ശക്തമായി ഇതിനെക്കുറിച്ച് വാദിക്കുന്നതുകൊണ്ടും ആർക്കും എതിര് പറയുവാനൊന്നുമില്ലാത്തത് കൊണ്ട് ഇതിന് എഴുത്തുകാരൻ ദാനിയേൽ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ദാനിയേൽ പ്രവചനത്തിനൊരു പ്രത്യേകത, വിവിധ ഭാഷകളുണ്ട്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതിയെന്നുള്ള കാര്യമാണ്, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ. പക്ഷേ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ചില ഭാഗങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിലൊക്കെ എബ്രായ ഭാഷയുടെ സ്വാധീനവും വന്നിട്ടുണ്ട്, ചില പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ദാനിയേൽ പ്രവചനത്തിൽ ഈ ഭാഷ മാത്രമല്ല വേറെ ചില ഭാഷകളുടെ സ്വാധീനങ്ങളും ഉണ്ട്. ബാബിലോണിലാണ് താൻ പാർത്തിരുന്നത്, ഒരു കൽദയ ഭാഷ തനിക്കറിയണം, എബ്രായ ഭാഷ അറിയണം. അങ്ങനെ ഈ എല്ലാ ഭാഷകളെയും കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പല ഭാഷകളിൽ ജ്ഞാനമുള്ള നിപുണനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ആ നൈപുണ്യം, ആ കഴിവ് ഈ പ്രവചന എഴുത്തിൽ വളരെ ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ദാനിയേൽ പ്രവചനം വായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വെളിപ്പാട് പുസ്തകം വായിക്കാനും പ്രയാസമാണ്. കാരണം ഇത് രണ്ടും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഈ പ്രവചനത്തിലൂടെ ദൈവം ജനത്തിന് ബുദ്ധി തരികയാണ്, മുന്നറിയിപ്പ് തരികയാണ്. വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, വരുവാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന്, വരുവാൻ പോകുന്ന ഈ ഭൂമിയുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വോത്ര ദൈവിക ഭവനത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ വേണ്ടി തിരുവചനപ്രകാരം ജീവിക്കുവാൻ, നമ്മളെ ഒരുക്കുവാൻ ഈ പുസ്തകങ്ങളൊക്കെ സഹായമായി തീരുന്നു. ആ അറിവോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ദാനിയേൽ പ്രവചനത്തിൻ്റെ ആമുഖം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് ഒരുമിച്ച് കോർത്തിണക്കിയാണ് ദൈവദിനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് എന്ന പദത്തിന് അപ്പോക്കാലിപ്സ് എന്ന ഗ്രീക്ക് ഭാഷയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ മറം നീക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് നാടകങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ പലരും. നാടകം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ ചില അഭിനേതാക്കൾ വന്ന് ഓരോ കഥാപാത്രങ്ങളായി അഭിനയിച്ച് കാണിക്കുക. സ്റ്റേജിലേക്ക് അവർ അഭിനയിക്കുന്നതിന് മുമ്പ് അവരെ മറയ്ക്കാൻ, കാഴ്ചക്കാരെ മറയ്ക്കാൻ വേണ്ടി ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഈ കർട്ടനെ നാടകം തുടങ്ങാൻ പോകുന്നുവെന്ന് വെല്ലടിക്കുമ്പോൾ കർട്ടൻ വലിക്കാൻ ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് കർട്ടൻ വലിക്കുമ്പോൾ കർട്ടൻ രണ്ട് വശത്തേക്ക് നീങ്ങും. മേൽപോട്ട് നീങ്ങുന്ന കർട്ടനുണ്ട്, പക്ഷേ ഇവിടെ ഈ പദത്തിൻ്റെ അർത്ഥത്തിൽ രണ്ട് വശത്തേക്ക് മറ നീങ്ങിപ്പോകുന്നു. സ്വോത്രം. ആ കർട്ടൻ മറ നീങ്ങിക്കഴിയുമ്പോൾ കാണുന്നത് സ്റ്റേജിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ്. അതുപോലെ പഴയ നിയമത്തിൽ മുഴുവൻ
മറയായി കിടന്നിരുന്ന മൂടുപടം കൊരിന്ത ലേഖനത്തിലൊക്കെ രണ്ട് കൊരിന്ത ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട് മൂടുപടം കിടക്കുന്ന മുഖം എന്നൊക്കെ. മറയപ്പെട്ട് കിടന്നിരുന്ന സത്യത്തെ ദാനിയേൽ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞു, ഈ പ്രവചനം മുദ്രയിടാനാണ് പറഞ്ഞത്. അന്ത്യകാലത്തേക്കുള്ളതാണ്, മുദ്രയിടാൻ പറഞ്ഞു. അഥവാ മറയപ്പെട്ട് കിടന്നിരുന്ന ഈ സത്യത്തെ മറനീക്കി വെളിപ്പെടുത്തി കാണിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്നത്. അപ്പോക്കലിപ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, മറനീക്കി കാണിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ 1-ാം നൂറ്റാണ്ടിലും ഒരു 15-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ പുസ്തകം വായിക്കാൻ സഭകൾ അനുവദിച്ചിരുന്നില്ല. വായിച്ചാൽ ശിക്ഷ വരെ കിട്ടുമായിരുന്നു. നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ട്, ഇത് 21-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൽ പോലും അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ട് വരെ ബൈബിൾ പോലും വായിക്കാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ട് വരെ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ചില സഭകളൊക്കെ അത് അനുവദിച്ചിരുന്നില്ല, അനുവദിക്കേട്ടിരുന്നില്ല. വായിച്ചാൽ ശിക്ഷിക്കും. ശിക്ഷയെന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷയൊന്നുമില്ല, മരണശിക്ഷയായിരുന്നു കൊടുത്തിരുന്നത്. മരണശിക്ഷ വരെ കൊടുത്തിരുന്നു. ഓക്കെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ ആര് എന്നതിനെ ചൊല്ലി പല ചിന്തകളുള്ളതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ച് ഞാനത് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകാം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് തരുന്നത് ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഈ 1-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അന്നേരം വെളിപ്പാട് പുസ്തകത്തിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ ഈ വാക്യം പറയുന്നു, യേശു കർത്താവ് തന്നെയാണ്. 2, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ അഥവാ തൻ്റെ ജനത്തെ കാണിക്കേണ്ടതിന് ദൈവം, പിതാവായ ദൈവം അത് അവന് കൊടുത്തു, അഥവാ യേശു കർത്താവിന് കൊടുത്തു. സ്തോത്രം. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം. വെളിപ്പാട് പുസ്തകം പ്രവചനം വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം മുതൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ സ്തോത്രം ഒരു ദൂതൻ യോഹന്നാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും കാണിക്കുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദൈവജനത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് യേശു കർത്താവ് തന്നെയാണ്. ഇത് പിതാവായ ദൈവം യേശുവിന് കൊടുത്തു. യേശു കർത്താവ് തൻ്റെ ദൂതൻ മുഖാന്തരം, പ്രൈസല്ലോ, അപ്പോസ്തലന്മാരിൽ യേശു കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യഥാർത്ഥ ഗ്രന്ഥകർത്താവ് യേശു ആയിരിക്കുമ്പോൾ തന്നെ ഭൗമികമായ ഇത് റിട്ടേണിൽ തൻ്റെ കൈവശം കൊണ്ട് ഈ മഷി കൊണ്ട് എഴുതിയ രീതിയിൽ ഗ്രന്ഥകാരൻ യോഹന്നാന, എഴുത്തുകാരൻ എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഗ്രന്ഥത്തിൻ്റെ കൃതിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്, യേശു കർത്താവാണെന്നാണ് വചനം പറയുന്നത്. ഗ്രന്ഥകർത്താവ് യേശുവാണ്. യോഹന്നാൻ കേൾക്കുകയും കാണുകയും ചെയ്തത് എഴുതുക മാത്രമാണ് ചെയ്തത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഒക്കെ നമുക്കത് കാണാം. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകും. പുസ്തക വിഭജനം, വെളിപ്പാട് പുസ്തക വിഭജനം സാധാരണഗതിയിൽ വരുന്ന ഒരു സംശയമാണ്. വെളിപ്പാട് പുസ്തകം എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. എല്ലാ പുസ്തകത്തിനും പഠിക്കാൻ ഒരു മുറി, ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് തുറക്കണമെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്ന വീടിന് തുറക്കാൻ ഒരു താക്കോൽ ഉണ്ടാകും, ഒരു താക്കോൽ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ സാധാരണഗതി ഒരു വീടിൻ്റെ എല്ലാ മുറികളും തുറന്നിടത്തില്ല. അതിൻ്റെ പണ്ടികശാലകൾ അഥവാ മൂല്യങ്ങളുള്ള സാധനങ്ങൾ വെക്കുന്ന മെയിൻ റൂമുകൾ എപ്പോഴും പൂട്ടിയിടുന്നത്. എനിക്കറിയാം, ചെറുപ്പത്തിൽ ഞങ്ങളുടെ വല്യമ്മച്ചി തൻ്റെ പണപ്പെട്ടി സൂക്ഷിക്കുന്ന ഡ്രോയർ അലമാരി പൂട്ടിയിട്ട് താക്കോൽ അരയിൽ തിരിക്കൊണ്ട് നടക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേരം മൂല്യമുള്ളതൊക്കെ, പണം, സ്വർണം, ഇങ്ങനെയുള്ളതൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ മൂല്യമായതൊക്കെ, ആധാരം, വീടിൻ്റെ ആധാരം, വസ്തുവിൻ്റെ പ്രമാണം, ഇതൊക്കെ മൂല്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പൂട്ടി വയ്ക്കുന്ന മുറികൾ കാണും. ഈ മുറി തുറക്കണമെങ്കിൽ ഒരു താക്കോലുണ്ട്. ആ താക്കോൽ പഴുതിലിട്ട് തുറന്നാൽ എളുപ്പത്തിൽ ഇത് തുറക്കാം. അല്ലെങ്കിൽ അടിച്ച് പൊളിക്കേണ്ടി വരും. പൊളിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം തുറന്നു വരത്തില്ല. വെളിപ്പാട് പുസ്തകം എന്ന് മാത്രമല്ല, ഏത് പുസ്തകവും തുറക്കാൻ ഒരു താക്കോൽ
ആ പുസ്തകത്തിൽ തന്നെ ദൈവം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ താക്കോലിലൂടെ കൃത്യമായ രീതിയിൽ അത് തുറന്നാലേ യഥാർത്ഥ രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം തുറക്കാൻ ദൈവം തന്നിരിക്കുന്ന താക്കോൽ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിമേലാൽ സംഭവിപ്പാനിരിക്കുന്നതും. അതായത് താക്കോൽ ആ വാക്യം വെച്ചാണ് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കേണ്ടത് ആ വാക്യം വെച്ച. അങ്ങനെയെങ്കിൽ ആ വാക്യം പറയുന്നു 3 ഭാഗമായിട്ട് വെളിപ്പാടിനെ തിരിച്ച് പഠിക്കണമെന്ന്. അർത്ഥാൽ 1 നീ കണ്ടതാണ്, 2 ഇപ്പോൾ ഉള്ളതാണ്, 3 ഇനിമേലാൽ സംഭവിപ്പാനിരിക്കുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ കർത്താവ് പറയും നീ കണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് നീ കണ്ടത്? അത് 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ ഈ ഭാഗം വരെയുള്ള 19-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് യോഹന്നാൻ കണ്ടത്. തന്നോട് സംസാരിക്കുന്ന നാദം എന്താണെന്ന് കാണാൻ 11-ാം വാക്യം അങ്ങനെയാണ്. എന്താണെന്ന് കാണാൻ യോഹന്നാൻ തിരിഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ കണ്ടത് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി കയ്യിൽ വലങ്കയിൽ 7 നക്ഷത്രം പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന യേശുവിനെയാണ് യോഹന്നാൻ കണ്ടത്. അർത്ഥാൽ 1-ാമത്തെ ഭാഗം നീ കണ്ടത് മഹത്വവാനായ തേജസ്കരിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചുള്ള ചിത്രമാണ് 1-ാമത്തെ ഭാഗം. അതിനെയാണ് വർണ്ണിക്കേണ്ടത്. 2-ാമത്തെ ഭാഗം ഇപ്പോൾ ഉള്ളത് എന്നാണ്. എന്താണ് ഇപ്പോൾ ഉള്ളത്? 2-3 അധ്യായങ്ങളാണത്. 2-3 അധ്യായങ്ങളിൽ സഭയെക്കുറിച്ചാണ് പറയുന്നത്. സഭ ചിറ്റാർസിയിലെ 7 സഭകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എപ്പസോസ് മുതൽ എപ്പസോസ്, മുർന്ന, യുവതേര എന്നൊക്കെ പറഞ്ഞ് ലവോദിക്ക വരെയുള്ള 7 സഭകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 7 സഭകളെക്കുറിച്ച് പറയുന്നെങ്കിൽ ആ സഭകളെക്കുറിച്ച് മാത്രമുള്ള കാര്യമല്ല, സഭാ പീരീഡിനെ കുറിച്ച്, സഭകളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വീക്ഷണമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ള ചിത്രം. ദൈവസഭ, പ്രാദേശിക സഭയല്ല, ദൈവസഭയെക്കുറിച്ചുള്ള ചിത്രം. അതിൽ എല്ലാ പ്രാദേശിക സഭകളും വരും. വചനപ്രകാരം നിലനിൽക്കുന്ന എല്ലാ സഭകളും അതിനകത്ത് വരും. ദൈവസഭയെക്കുറിച്ച് ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഭ. സ്വതന്ത്രം. ഓക്കെ. ഇതിന് 2-3 അധ്യായങ്ങളിൽ 7 സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 സഭകൾ ആഗോള വ്യാപകമായുള്ള എല്ലാ സഭകൾക്കും നിഴലായി നിൽക്കുന്നു എന്ന് വേണം നാം ഇവിടെ ചിന്തിക്കാൻ. ഓക്കെ. 3-ാമത്തെ ഭാഗം ഇനിമേലാൽ സംഭവിപ്പാനുള്ളത് എന്ന ഭാഗത്താണ്. ഇനിമേലാൽ സംഭവിപ്പാനുള്ളത് അതെന്താണ്? 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇനിമേലാൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സ്വർഗത്തിലൊരു വാതിൽ തുറന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അവിടെ മുതൽ 22-ാം അധ്യായത്തിൽ ആമേൻ കർത്താവേ വരണേ എന്ന് സഭ സ്വത്രം യേശു കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് വിളിക്കുന്ന ആ ഭാഗം വരെ ഒരു അവസാന ഭാഗം നമുക്ക് സഭയ്ക്ക് മുന്നറിയിപ്പിനായി ഒന്നുകൂടെ തന്നിരിക്കുന്നു. ആ പ്രത്യാശയോട് ജീവിക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുവെങ്കിലും അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ കണ്ണീർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഭാവിയിൽ നടക്കേണ്ടത് ഇനിമേലാൾ സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. AD 96-ലാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. യേശുവിൻ്റെ അരിമ ശിഷ്യനായ യോഹന്നാൻ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. യോഹന്നാൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള കാര്യം നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ കാണുന്നു. കാനാവിലെ കല്യാണം അത് തൻ്റെ ശിഷ്യനായ യോഹന്നാൻ്റെ കാര്യമാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ താൻ ആയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കറിയാം. എവിടെയായിരുന്നു? പത്മോസ് എന്ന ദ്വീപിൽ താനായിരുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പത്മോസ് എന്ന ദ്വീപ്. എന്താണ് പത്മോസ്? വടക്ക് കരിങ്കടൽ, പടിഞ്ഞാറ് ഈജിയൻ കടൽ, തെക്ക് മധ്യധരണിയാഴിക്കടൽ ഇവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂവിഭാഗമാണ് ചിറ്റാർസിയ. ഈ ചിറ്റാർസിയ 40 മൈൽ പടിഞ്ഞാറായി ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹത്തിൽപ്പെട്ട
ഒരു ചെറിയ ദ്വീപാണ് പത്മോസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വടക്ക് കരിങ്കടൽ, പടിഞ്ഞാറ് ഈജിയൻ കടൽ, തെക്ക് മധ്യധരണിയാഴിക്കടൽ, ഇവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂവിഭാഗമാണ് ചിറ്റാർ സീ. ഇതിൽ 40 മൈൽ പടിഞ്ഞാറായി ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് പത്മോസ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് തുർക്കി എന്ന് പറയുന്ന ഒരു ദേശമാണ്. തുർക്കി കാണാമെന്ന് വിചാരിക്കുന്നു. പോൾ മലയടി എന്ന് പറയുന്ന ഒരു നല്ല ദൈവദാസൻ എഴുതിയ പുതിയ പുസ്തകം. അദ്ദേഹം ആ ദേശത്തൊക്കെ പോയി കണ്ടു കേട്ട് എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന ദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധീനതയിലാണ് ചിറ്റാർ സീയിലെ ഈ സഭകളുടെ സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളെല്ലാം ഇന്ന് തുർക്കിയുടെ കീഴിലാണ്. ഓക്കെ, ചിറ്റാർ സീയിലെ 7 സഭകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സഭ എപ്പസോസ് സഭയാണ്. എപ്പസോസ് എന്ന പദത്തിൻ്റെ അർത്ഥം അയവ് എന്നാണ്. രണ്ടാമത്തെ സഭ സ്മുർണയാണ്, കയ്പ് എന്നാണ് അർത്ഥം. മൂന്നാമത്തെ സഭ പെർഗമോസ്, സ്വൈരണിയായ സഭ അഥവാ ലോകമയത്വമുള്ള സഭ. നാലാം സഭ തുയതൈര, ബലികർമ്മ ശക്തയായ സഭ. അഞ്ചാമത്തെ സഭ സർദീസ്, നവീകരണ സഭ എന്ന് വിളിക്കുന്ന സഭ. 6 ഫിലദൽഫിയ, സഹോദര സ്നേഹമുള്ള സഭ. 7 ലവോദിക്ക, മന്നോഷ്ണം, സ്വയനീതീകരണമുള്ള സഭ. ഇതിനെ വേറൊരു രീതിയിലൂടെ ഞാൻ പറയാം. എപ്പസോസ്, ലവ്ലെസ് സഭ, സ്നേഹമില്ലാത്ത സഭ. സ്മുർണ, ലോയൽഫുൾ സഭ അഥവാ നിയമമുള്ള സഭ. 3 പെർഗമോസ്, ലസ്റ്റ്ഫുൾ അഥവാ ദുഷ്ടചിന്തകൾ കൊണ്ട് നിറഞ്ഞ സഭ. 4 തുയതൈര, ലക്ഷറിഫുൾ, ആഡംബരപൂർണയായ സഭ. 5 സർദീസ്, ലൈഫ്ലെസ്, ജീവനില്ലാത്ത സഭ. 6 ഫിലദൽഫിയ, ലവ്ഫുൾ സഭ അഥവാ സ്നേഹം നിറഞ്ഞ സഹോദര സ്നേഹമുള്ള സഭ. 7 ലവോദിക്ക, ലുക്ക്ഫുൾ സഭ, മറ്റുള്ളവരെ നോക്കി വല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സഭ. സഭ മാറ്റപ്പെട്ടതിന് ശേഷം അഥവാ യേശു കർത്താവിൻ്റെ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, യേശുവിന് 2ാം വരവിന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നടക്കേണ്ടത്. 4-5 അധ്യായങ്ങൾ മഹോദ്രവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ അധ്യായങ്ങളാണ്. 4-5 അധ്യായങ്ങൾ മഹോദ്രവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ അധ്യായങ്ങളാണ്. 6 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലാണ് വേദപണ്ഡിതന്മാർ പറയുന്ന, വെളിപ്പാടിലും ദാനിയേലിലും ഒക്കെ പറഞ്ഞിട്ടുള്ള മഹോദ്രവ കാലഘട്ടം. എന്താണ് മഹോദ്രവ കാലഘട്ടം? അത് ക്ലാസ് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ പറയുന്നതാണ്. എങ്കിലും ഒന്ന് ആമുഖമായിട്ട് നിങ്ങളോട് പറയാം. മഹോദ്രവം എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ കഷ്ടകാലം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. യാക്കോബിൻ്റെ കഷ്ടകാലം. എന്താണ് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ? ദൈവം തമ്പുരാൻ, പിതാവായ ദൈവവും ഇസ്രായേൽ ജനവും ആ രാജ്യവും തമ്മിലുള്ള ഇടപാടിൻ്റെ കാര്യങ്ങളാണ് 70 ആഴ്ചവട്ടമെന്ന് നാം പറയുന്നത്. 70 ആഴ്ചവട്ടത്തിൻ്റെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു എന്നാണ് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്. അഥവാ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ചാണ് അഭിഷിക്തൻ്റെ ഛേദം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട ശേഷം യഹൂദനുമായി ദൈവം തമ്പുരാൻ അല്പം അവനെ നിർത്തിയിട്ട് ഒരു പുതിയ പീരീഡ് ഉണ്ടായി, അഥവാ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടായി. അതാണ് സഭാകാലം എന്ന് പറയുന്നത്. 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ ബ്രാക്കറ്റ് പീരീഡ് കൃപായുഗമെന്നും സഭായുഗമെന്നൊക്കെ പറയുന്നു. അങ്ങനെയെങ്കിൽ സഭായുഗത്തിന് ശേഷം വീണ്ടും ഈ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. അന്നേരം ഒരാഴ്ചവട്ടമുണ്ട്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച, 7 ദിവസം. 7 ദിവസമല്ല വരുന്നത്, 7 വർഷം കണക്കിലാണ് വരുന്നത്. 7 വർഷം കൂടെ വരുമ്പോഴേ 70 ആഴ്ചവട്ടമാകുന്ന 490 വർഷം പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ
ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ് 6 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ. ഓക്കെ, വെളിപ്പാടിലെ കാര്യങ്ങളൊന്ന് ഞാൻ പറയാം. ഒന്ന്, മഹോദ്രവകാര്യം, മഹോദ്രവത്തിനെ കുറിച്ച്. യെശയ്യാ 26:20, യിരെമ്യാ പ്രവചനം 30:4 മുതൽ 7 വരെയും, ദാനിയേൽ പ്രവചനം 12:1, യോവൽ പ്രവചനം 2:1-2, സെഫന്യാവ് 1:14 മുതൽ 18 വരെ, മലാക്കി 4:1 തുടങ്ങിയ പഴയ നിയമഗ്രന്ഥങ്ങളിലും, മത്തായി 24:20-29, മർക്കോസ് 13:19 തുടങ്ങിയ ഭാഗങ്ങളിലും കാണുന്ന മഹോദ്രവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. 2, ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധം ഏതാണ്? യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടനുബന്ധിച്ച് നടക്കേണ്ട യുദ്ധമാണ് ഹർമഗദോൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഒലിവ് മലയിലേക്ക് യേശു വരുന്ന ആ കാലം, അവിടെ നടക്കുന്ന അന്ത്യക്രിസ്തുവുമായി നടക്കേണ്ട യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. സ്തോത്രം. അത് പഴയ നിയമത്തിൽ യോബൽ പ്രവചനം 3:1-2, 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, സെക്രിയ പ്രവചനം 14:3 മുതലുള്ള വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 14:25 വാക്യം, ദാനിയേൽ 11:44 ഈ ഭാഗങ്ങളിൽ നമുക്കിതിനെക്കുറിച്ച് കാണാം. തുടർന്ന് 1000 ആണ്ട് വാഴ്ച, മഹോദ്രവകാലത്തിന് ശേഷമാണ് 1000 ആണ്ട് വാഴ്ച. ഭൂമിയിൽ യെരുശലേം തലസ്ഥാനമാക്കി യേശു കർത്താവ് സാമ്രാട്ടായി ചക്രവർത്തിയായി ലോകത്തെ ഭരിക്കുന്ന ആ കാലം. അന്ന് വേറെ രാജാക്കന്മാർ ലോകത്തുണ്ടായിരിക്കുകയില്ല. തൻ്റെ വിശുദ്ധന്മാർ തൻ്റെ കീഴിൽ ഭരണാധികാരികളായ രാജാക്കന്മാരായും ഭരണാധികാരികളുമായിട്ടുണ്ടാകും എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ച് പറയുന്നത് സെക്രിയ പ്രവചനം 14:9, യെശയ്യാ പ്രവചനം 9:6-7, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-45, യെശയ്യാ പ്രവചനം 32:1, ഒബദ്യാവ് 21-ാമത്തെ വാക്യം, യെശയ്യാ 11:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 66:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാം. അടുത്തത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ മഹോദ്രവത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷം പൂട്ടിയിട്ട പിശാചിനെ വീണ്ടും അഴിച്ചുവിടുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ നീതിയോടെ ഭരിച്ച ക്രിസ്തുവിനെതിരെ വീണ്ടും പിശാചിൻ്റെ പ്രേരണയാൽ യുദ്ധം ചെയ്യാൻ വരുന്ന സമൂഹത്തെക്കുറിച്ചാണ്. സ്തോത്രം. 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. അവസാനത്തെ യുദ്ധമാണത്. ആ യുദ്ധത്തിന് ശേഷം പിശാചിനെ എരിയുന്ന നരകത്തിലേക്ക് തള്ളിയിടും. അതിനുശേഷം സ്തോത്രം 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 വെള്ളസിംഹാസന ന്യായവിധിയും നരകവും പുതുവാന ഭൂമികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതിനു മുമ്പ് നടക്കേണ്ടതാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ഓക്കെ, അവസാന പുനരുത്ഥാനം, വെള്ളസിംഹാസന ന്യായവിധി, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 25 വരെ, യെശയ്യാവ് 26:19 വാക്യം. അടുത്തത് ദൂതന്മാരുടെ ന്യായവിധി, 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, യൂദയുടെ ലേഖനം 6-7 വാക്യങ്ങൾ. അടുത്തത് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, ഇവയെക്കുറിച്ചുള്ള കാര്യം, വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ, യെശയ്യാ പ്രവചനം 66:22, 2 പത്രോസ് 3:13, സങ്കീർത്തനം 37:29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ കാര്യങ്ങളാണ് സ്തോത്രം വെളിപ്പാട് പുസ്തകത്തോടനുബന്ധിച്ച് പറയുന്ന പ്രവചനങ്ങളുടെ ബന്ധത്തിൽ അവസാനമായി നടക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് വിശദീകരിക്കേണ്ടത്. ദാനിയേൽ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിൻ്റെതായി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് വരും ദിവസം ക്ലാസ്സുകളിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1-ാമത്തെ ഭാഗം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 1-ാമത്തെ ഭാഗം നമ്മൾ കണ്ടതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കീവേഡായ 1:19 പറയുന്നു, നീ കണ്ടത് അഥവാ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. 1:10 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യോഹന്നാന് ഒരാത്മവിവശതയുണ്ടാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് 4 ആത്മവിവശത നമുക്ക് കാണാം. 4 ആത്മവിവശത. ആത്മവിവശത എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ആത്മാവിലായി എന്നും പറയാവുന്നതാണ്. ആത്മാവിലായി.
എന്നാൽ ആത്മാവിലായി എന്ന് പറയുന്നതിന് ഒരു ചെറിയ പിശക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനതൊന്ന് വിശദീകരിക്കാം. ആത്മാവിലായാൽ നമ്മൾ ഭൗമിക മണ്ഡലത്തിലാണെങ്കിലും ആത്മാവിലാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. സുബോധത്തിൻ്റെ ആത്മാവ്, സുബോധത്തിൻ്റെ ആത്മാവാണെങ്കിൽ നമുക്ക് ബോധമനസ്സ് ഉണർന്നിരിക്കും. ബോധമനസ്സും അപ്പോൾ തന്നെ ആത്മമനസ്സും ഉണർന്നിരിക്കും. ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയുമെന്നാണ് അർത്ഥം. ആത്മാവിലായി എന്ന പദം കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, നിങ്ങൾ ആത്മാവിലായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ചും ഹൃദയത്തിൽ പാടിയും നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പീരെന്നൊക്കെ മറ്റുള്ളവരെ ഉപദേശിപ്പീരെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. ആത്മാവിലായാൽ നമുക്ക് പരിസ്ഥിതികളെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. പക്ഷേ യോഹന്നാൻ ഇവിടെ നടന്ന ആത്മവിവശതയിൽ യോഹന്നാൻ പത്മോസ് ദ്വീപും താനായിരുന്ന സ്ഥലമൊക്കെ മറന്നു എന്ന് വേണം പറയാൻ, ചിന്തിക്കാൻ. അർത്ഥാൽ വെറും ആത്മാവിലാകുകയായിരുന്നില്ല, അവൻ ബോധമനസ്സ് മറഞ്ഞ് അബോധമനസ്സിലായിരുന്നു എന്നുകൂടി വേണം ചിന്തിക്കാൻ. അർത്ഥാൽ ഭൗമിക മണ്ഡലങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോധം മുഴുവൻ പോയി. താൻ ആത്മാവിലായി, വിവശതയിലായി എന്ന് പറഞ്ഞാൽ മയങ്ങി. സ്തോത്രം. ഓക്കെ, അപ്പോൾ താൻ കണ്ടതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം. യോഹന്നാൻ ആത്മവിശുദ്ധിയിലായപ്പോൾ ഭൗമിക ലോകത്തെക്കുറിച്ച്, ഈജിയൻ കടലിനെക്കുറിച്ചോ പത്മോസിനെക്കുറിച്ചോ അവിടുത്തെ ജനത്തെക്കുറിച്ചോ നീറോയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അർത്ഥാൽ യോഹന്നാൻ ആത്മവിവശതയിലായ സമയത്തെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. അത് മാത്രമേ കണ്ടുള്ളൂ. തെളിവിന് വേണ്ടി നിങ്ങൾ ദാനിയേൽ പ്രവചനം 9-10 അധ്യായങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ദാനിയേലിന് അതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വേറെ ഒന്നും കാണാതെ താൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഇത് നമുക്ക് കാണാം. ഓക്കെ, ഇതിൽ നീ കണ്ടത് എന്ന ഭാഗത്ത് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള ചിത്രം 1-ാം അധ്യായത്തിന് 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. 2 സിംഹാസനസ്ഥനായവൻ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. 3 മഹതിയാം ബാബിലോൺ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി 17-ന്റെ 3-ാം വാക്യം. 4 മണവാട്ടി സഭ 21-ന്റെ 10-ാം വാക്യം. ഈ 4 ആത്മവിവശതയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ 4 ആത്മവിവശത. 1 തേജസ്കരിക്കപ്പെട്ട യേശു 1-ന്റെ 11 മുതൽ 20 വരെ. 2 സിംഹാസനസ്ഥനായ ദൈവം തുറന്നു കാണുന്ന കാര്യങ്ങൾ 4-ന്റെ 1 മുതൽ 2 വാക്യങ്ങൾ. 3 മഹതിയാം ബാബിലോൺ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി 17-ന്റെ 3. 4 മണവാട്ടി സഭ 21-ന്റെ 10. ഈ 4 വിശദയിലൂടെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അപ്പോക്കാലിപ്സ്, എസ്കറ്റോളജി, വരുംകാല സംഭവങ്ങളെക്കുറിച്ച് യോഹന്നാൻ ഇവിടെ എഴുതുന്നത്. 10-ാം വാക്യം, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്നതിന് മുമ്പ് പത്മോസിൽ വെച്ച് യോഹന്നാൻ ആത്മവിവശതയിലായ കാര്യം. കർത്തൃദിവസം എന്ന് പറയുന്നത് എന്താ? കർത്തൃദിവസം കുര്യാക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. കുര്യാക്കോസ് എന്ന പദം കർത്താവിനുള്ളത് എന്നർത്ഥത്തിലാണ്. കർത്താവിനുള്ളത് കർത്താവിനുള്ളതാണ് കർത്തൃദിവസം. കർത്താവിനുള്ളതെന്ന് പറയുമ്പോൾ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാനത് ഈ ഭാഗം ഒന്നുകൂടെ പറയാൻ ഉദ്ദേശിച്ചത്, ആത്മാവിലാകുന്നത് എപ്പോഴോ അത് കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, 1-ാം നാളിൽ അഥവാ ഞായറാഴ്ച, 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പം നുറുക്കി ദൈവത്തെ ആരാധിക്കുന്ന ദിവസം ആണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 1-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ
ഒരപ്പം നുറുക്കുവാനായി ആദ്യ കാലഘട്ടങ്ങളിൽ തൊട്ട് ദൈവസഭ കൂടി വരുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയാണ്. ഇവിടെ യോഹന്നാൻ പത്മോസിൽ വന്നിട്ട് ചില ദിവസങ്ങളായി, പക്ഷേ ഒരാഴ്ച ആയിട്ടില്ല, ചില ദിവസങ്ങളായി. താൻ പത്മോസിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക്. കഴിഞ്ഞ ആഴ്ച വരെ തൻ്റെ കൂടെയുള്ള ദൈവജനത്തോടു കൂടെ രഹസ്യമായോ പരസ്യമായോ ദൈവത്തെ ആരാധിക്കുകയും അപ്പം നുറുക്കുകയൊക്കെ ചെയ്ത ആ അനുഭവം വെച്ചുകൊണ്ട് പത്മോസിലിരുന്ന മന്ധ്യവയോധികനായ ഈ വൃദ്ധനായ ദൈവദാസൻ ക്ഷീണിതനായി ആരുമില്ലാതെ കിടക്കുമ്പോൾ ഞായറാഴ്ച എന്ന ദിവസം, ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം വന്നു. അന്ന് സഭകളിൽ ദൈവത്തെ ആരാധിക്കുന്ന അപ്പം നുറുക്കുന്ന ആ ചിത്രം തന്നെ മനസ്സിലേക്ക് വന്നപ്പോൾ അല്പം വേദനയും ഭാരവും അവിടുത്തെ ദൈവസഭയെക്കുറിച്ചും ദൈവദാസന്മാരെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചൊക്കെ ഉണ്ടായി. അത് വെച്ച് വിഷമിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ആദ്യം കൊടുത്ത വെളിപ്പാട് കർത്തൃ ദിവസമാകുന്ന ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഉപരിയായി തിരുമേശയിൽ നിന്ന് ഭുജിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ആത്മീയനെ സംബന്ധിച്ച് വിവരിക്കുവാൻ കഴിയാത്തതാണ്. കഴിഞ്ഞ 10-13 ആഴ്ചകളോളമായി നമുക്ക് തിരുമേശയിൽ ഇരിക്കാൻ കഴിയാതെ, ഒരുമിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ, ദൈവവചനം കേൾക്കുവാൻ കഴിയാതെ നമ്മളായിരുന്ന അവസ്ഥ, ആ സാഹചര്യം അതുതന്നെയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഒരു ഞായറാഴ്ച നഷ്ടപ്പെട്ടു, ദൈവമേ, ദൈവമക്കളുമായുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത അകത്ത് വന്നപ്പോൾ തന്നെ തനിക്കുണ്ടായ വേദന വളരെ വലുതാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ കണ്ടു, ചില പ്രായമുള്ള പിതാക്കന്മാർ എന്നോട് പറഞ്ഞു, ആരാധനയില്ലാത്ത, പ്രാർത്ഥനയില്ലാതെ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ, തിരുമേശ കഴിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ആത്മീയനേ ഉള്ളൂ, അല്ലാത്തവർക്ക് അത് വിഷയമൊന്നുമില്ല. കൂടെ ആരാധന മുടക്കുന്നവർ, കൂടെ കള്ളം പറഞ്ഞ് ആരാധന വിട്ട് വേറെ ഒരിടത്ത് ബിസിനസ്സിന് പോകുന്നവർ ഒക്കെ കുറിക്കൊള്ളേണ്ട വിഷയമാണ്. കർത്തൃ ദിവസം, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ദൈവത്തിനുള്ളതാണ്. കുര്യാക്കോസ് എന്ന പദം ഞാൻ പറഞ്ഞില്ല, കുര്യാക്കോസ് എന്ന പദമാണ്. കുരിയോലായിസോ എന്ന് പാരമ്പര്യ സഭകൾ വിളിച്ചു പറയാറുണ്ട്. അർത്ഥം ദൈവത്തിന് സ്തുതിയെന്നും ദൈവത്തിന് മഹത്വം എന്നൊക്കെയാണ്, ദൈവത്തെ ഉയർത്തുക. കുര്യാക്കോസ് എന്ന പദമുള്ള പ്രിയപ്പെട്ട പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം ദൈവത്തിനുള്ളതെന്ന്. അർത്ഥം നിങ്ങൾ ദൈവത്തിനുള്ളതാ. അങ്ങനെ കർത്തൃമേശ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുമ്പോഴും കുര്യാക്കോസ് എന്ന പദം ഇവിടെ ചേർത്തിട്ടുണ്ട്. കുര്യാക്കോസ് എന്ന പദം അർത്ഥാൽ കർത്തൃ ദിവസത്തിലായി എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടി പറഞ്ഞിരിക്കുന്ന പദം കർത്താവിന് ദിവസമായ, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമായ ഞായറാഴ്ചയെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കർത്താവെ വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരം തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് വിവരിക്കാൻ ഇന്ന് തുടങ്ങിയാൽ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് സമയം ചുരുക്കത്തിൽ നിർത്തേണ്ടതാകുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്കിത് തുടർന്ന് കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്തോത്രം ഇതിൽ കമൻ്റായി എഴുതുക. എനിക്ക് ദൈവം തന്ന ജ്ഞാനത്തിലൊത്ത് ദൈവവചനത്തിൽ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രാർത്ഥനയോടായിരിക്കാം. എല്ലാ കണ്ണുകളെയും അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ വാഴ്ത്തുവാൻ തിരുമേനി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ദൈവമക്കൾ അവിടെവിടങ്ങളിൽ ദൈവസഭകളിൽ ദൈവത്തെ ആരാധിക്കുന്ന ഈ ദിവസത്തിൽ ചില ആഴ്ചകളായി ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും കൂടാൻ കഴിയുന്നില്ലെങ്കിലും അവിടെവിടങ്ങളായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും ദൈവത്തിൽ സ്തോത്രം പറയുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ഇത്രയും ദൈവജനത്തോടൊരുമിച്ച് ഓൺലൈനായി ദൈവജനം പറഞ്ഞു കൊടുക്കാൻ കർത്താവ് തന്ന ഈ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് പ്രയോജനമായി തീർക്കണമേ.
അടുത്ത ആഴ്ചകളിലും ഇത് തുടർമാനമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഉപരിയായി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ ഒരുക്കുന്നുണ്ട്. അതും തടസ്സപ്പെടാതിരിക്കാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ രാജ്യത്ത് മാത്രമല്ല, രോഗരാജ്യങ്ങളൊക്കെ പടർന്നിരിക്കുന്ന ഈ രോഗത്തെ, ഈ വൈറസിനെ, ഈ മാരിയെ കർത്താവ് മാറ്റണമേ, സൗഖ്യവും വിടുതലും പകരണമേ, വലിയ ആശ്വാസകാലങ്ങൾ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ സമാധാനത്തോട് മടക്കി അയക്കും. വചനം കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുവാനുള്ള ഹൃദയദൃഷ്ടി പ്രകാശിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുവരെ കാക്കുക എല്ലാം നന്മയ്ക്കായി ചെയ്യും. പ്രാർത്ഥനയിലേക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയുടനായി സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിൻ്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ ഇന്ന് വന്നാളും കർത്താവിന് രണ്ടാം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവം ഞാൻ്റെ മുഖത്തം കരയിട്ടിക്കാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. അതിനും കേട്ട എല്ലാവർക്കും നന്ദി. ദൈവം വെച്ച് അടുത്ത ആഴ്ച കാണാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.